Dear brothers, dear sisters in Christ, കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, the peace of the Lord be with you all. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾ എവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. It is good to have the feeling that we Christians are a worldwide family. നാം ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണെന്നുള്ള അറിവ്, ഓർമ്മ നമുക്ക് ഒത്തിരി സന്തോഷം പകരുന്ന ഒരു കാര്യം. So let me express again how glad I am. അതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തുഷ്ടനാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. Of having been invited to the Maramon Convention. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. Let us reflect today on the theme, God's mission, our passion. ഈ രാവിലത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ദൈവിക ദൗത്യം, നമ്മുടെ അഭിനിവേശം, ആവേശം എന്നുള്ളതാണ്. This is the theme under which my home church, the Lutheran Church in Brazil, undertook in the last years a reflection on mission and adopted a missionary program. എന്റെ സ്വന്തം സഭയായ ബ്രസീലിലെ ലൂഥറൻ സഭ കഴിഞ്ഞ വർഷം അവരുടെ ധ്യാനത്തിനും പഠനത്തിനുമായി തിരഞ്ഞെടുത്ത ഒരു ചിന്താവിഷയമാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൗത്യ പദ്ധതി അവർ രൂപപ്പെടുത്തുകയും ചെയ്തു. It is always good to learn from each other. തീർച്ചയായും നമ്മൾ പരസ്പരം പഠിക്കുന്നത്, അന്യോന്യം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. I've been learning these days about your experience as a church in India. ഒരു സഭ എന്ന നിലയിൽ ഭാരതത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And when I come back to Brazil, certainly many people will ask me about your church life, how it is in India. തീർച്ചയായും ഞാൻ ഇവിടെ നിന്ന് ബ്രസീലിൽ മടങ്ങിയെത്തുമ്പോൾ എന്റെ നാട്ടുകാരിൽ പലരും ഇവിടെയുള്ള ക്രിസ്തീയ സഭയെക്കുറിച്ച്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കാൻ ഇടയുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരോട് അത് വിവരിക്കും. And it will be good to share with them what I have seen and what I have heard. തീർച്ചയായും ഞാൻ ഇവിടെ കണ്ടതും കേട്ടതും അവരോട് പങ്കുവയ്ക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So I will let you know about this process in my own church, and we will get inspiration from the story of Philip and the Ethiopian finance minister, which we find in Acts 8, verses 26 to 40. എന്റെ സഭയിൽ ദൗത്യത്തെക്കുറിച്ച് പഠിച്ച പഠനത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, അതിന്റെ പ്രക്രിയ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ എത്യോപ്യ ഷണ്ണനും ഫിലിപ്പോസും തമ്മിൽ നടക്കുന്ന സംഭാഷണവും നമ്മുടെ ധ്യാനത്തിന് വിഷയീഭവിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ആവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ
വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവർ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിലെത്തി. So around this very well-known story of the Acts of the Apostles, we are going to undertake a journey of just 8 steps, where we can see under which principles mission evolves. നമുക്കേവർക്കും പരിചിതമായ അപ്പോസ്തല പ്രവൃത്തികളിലെ ഈ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ദൗത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 8 പടവുകളെ കുറിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നു. So it will be a journey of 8 steps. ഇത് 8 പടവുകളുള്ള ഒരു പ്രയാണം, യാത്ര. But it is in continuation also of what we were reflecting last evening. ഇത് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതിന്റെ ഒരു തുടർച്ചയായിട്ടൂടെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Last evening we were reflecting about the theme, You will be my witnesses. കഴിഞ്ഞ രാത്രിയിൽ നാം ധ്യാനിച്ചത് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നുവല്ലോ. Let me recall it briefly. ഞാനത് വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു തിരനോട്ടം നടത്തട്ടെ. It is a promise of Jesus. നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ളത് കർത്താവിന്റെ ഒരു വാഗ്ദത്തമായിരുന്നു. You will be. നിങ്ങൾ ആയിത്തീരും. Not you should be. നിങ്ങൾ ആയിരിക്കണം എന്ന് കൽപ്പിക്കുകയല്ല, ആയിത്തീരുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. But you will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാകും. Because Jesus also assures them that they will receive the Holy Spirit, the power of the Holy Spirit. കർത്താവ് ഇത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി അവർക്ക് വാഗ്ദത്തം ചെയ്യുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും. This power is different from any political or military program. കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ഈ ശക്തി രാഷ്ട്രീയമോ സൈന്യപരമായ ശക്തികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. It is simply the capacity to give witness to Jesus and to salvation in Jesus. ഈ ശക്തി എന്ന് പറയുന്നത് കർത്താവിന് സാക്ഷ്യം നിർവഹിക്കുന്നതിന്, കർത്താവിന്റെ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയാണ്. It also leads us to be attentive to the needs of the people around us. ഈ ശക്തി നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ഇത് നമ്മളെ ബലപ്പെടുത്തുന്നു. To be attentive to the people who are searching for meaning in their lives. ജീവിതത്തിൽ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുവാനും അവരോട് മനസ്സോടുകൂടെ പ്രതികരിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. To be attentive to those who are in need. ആവശ്യങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരോട് കരുതൽ കാണിക്കുവാൻ. To those who are suffering. കഷ്ടപ്പെടുന്ന മനുഷ്യരോട് കരുതൽ കാണിക്കുവാൻ, സ്നേഹം കാണിക്കുവാൻ. To those who are without faith. വിശ്വാസരാഹിത്യത്തിൽ ജീവിക്കുന്നവരോട്, വിശ്വാസമില്ലാതെ കഴിയുന്നവരോട് ഉള്ള മനോഭാവം മാറ്റിയെടുക്കുവാൻ. And to be a witness always starts where we are. ഒരു സാക്ഷിയാവുക എന്നുള്ള പ്രക്രിയ എപ്പോഴും ആരംഭിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന ഇടത്തു നിന്നാണ്. In our homes. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്. In the relation with our neighbors. നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ. In our community. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ. Wherever we are. നാം എവിടെയൊക്കെയാണോ അവിടെയെല്ലാം. And thus the church gives a witness here in Maramon. ആ കാരണത്താൽ തന്നെ ഇവിടെ മാരാമണിലും സഭ അതിന്റെ സാക്ഷ്യം നിർവഹിക്കുകയാണ്. In Kerala. കേരളത്തിൽ നമ്മുടെ സാക്ഷ്യം നിർവഹിക്കുകയാണ്. In India. ഭാരതത്തിൽ നമ്മുടെ സാക്ഷ്യം നിർവഹിക്കുകയാണ്. In the whole world. മാത്രമല്ല ലോകമൊക്കെയും ഈ സാക്ഷ്യം നാം അനുസ്യൂതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. Now let me move then to what I had announced, the experience we made in my own church in Brazil.
ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച എന്റെ സഭയിലെ ഈ ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. I also told you yesterday that this church, a Lutheran church, originated in the coming of German immigrants to Brazil in the 19th century. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു, 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്ന് ബ്രസീലിലേക്ക് കുടിയേറിയ ചില ജർമ്മൻകാരെ സ്ഥാപിച്ച ലൂഥറൻ സഭയാണ് എന്റെ സഭ എന്ന് പറയുന്നത്. I also let you know that under historic circumstances it developed a pattern of looking more into the inside of the church rather than outside its own walls. വ്യത്യസ്തമായ ചരിത്ര കാരണങ്ങളാൽ എന്റെ സഭ ഏറെ നാളുകളിലും അന്തർമുഖരായി ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് പുറമേയുള്ള യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു എന്നും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിരുന്നു. Congregations, local churches were established where they were. പ്രാദേശികമായ ഇടവകളും ആരാധന സമൂഹങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. Worship was organized. നല്ല ക്രമീകൃതമായ ആരാധന രീതികളൊക്കെ നടപ്പാക്കപ്പെട്ടു. The gospel preached. പള്ളികളിൽ സുവിശേഷം ക്രമമായി പ്രസംഗിച്ചു. Christian instruction given to children and youth. കൊച്ചുകുട്ടികൾക്കും യുവാക്കൾക്കും ക്രിസ്തീയമായ ഉപദേശം മുടങ്ങാതെ നൽകി. But for a long period that church developed very little the missionary dimension of the church. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കർത്താവിന്റെ ദൗത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയും പ്രവർത്തന ശൈലിയും സഭയ്ക്ക് അന്യമായിരുന്നു. They didn't think much about bringing the gospel to other people. മറ്റു മനുഷ്യർക്ക് സംഗതമായ രീതിയിൽ സുവിശേഷം കൊണ്ടുവരണമെന്നുള്ള ചിന്ത അവരെ ഭരിച്ചിരുന്നില്ല. But slowly it started to change. എന്നാൽ കാലക്രമത്തിൽ ഈ ചിന്താഗതിക്ക് അവസ്ഥയ്ക്ക് ഞങ്ങളുടെ സഭയിൽ മാറ്റമുണ്ടായി. Some groups within the church started to stress the necessity of becoming a missionary church. സഭയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില വിഭാഗങ്ങൾ ദൗത്യമെന്ന ആശയത്തിന് ഊന്നൽ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. They prayed for it. അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And they made experiments of which some were successful, others not. എന്നു മാത്രമല്ല വിവിധമായിട്ടുള്ള ദൗത്യ സംരംഭങ്ങൾ ഏറ്റെടുത്ത പരീക്ഷണങ്ങൾ നടത്തുവാനും അവർ മുതിർന്നു. അതിൽ ചിലതൊക്കെ വിജയിച്ചു, ചിലതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. One example is what was called Mission Zero. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലെ ഒരു ഉദാഹരണം ശൂന്യ ദൗത്യം എന്ന പേരോടുകൂടി ആരംഭിച്ച ഒരു ദൗത്യ പ്രവർത്തനമാണ്. Well, why zero? എന്തുകൊണ്ടാണ് ഈ പൂജ്യം എന്ന് പറയാനുള്ള കാര്യം, ശൂന്യം എന്ന് പറയാനുള്ള കാര്യം? Zero because they would choose a location where there was not a single Lutheran. ഈ പ്രവർത്തനത്തിന് ശൂന്യ ദൗത്യം എന്ന് പേരിടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവര് തെരഞ്ഞെടുത്ത പ്രവർത്തന മേഖലയിൽ ഒരു ലൂഥറൻ വിശ്വാസി പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. On a given day, a large group of people would visit that location. ഒരു നിശ്ചിതമായ ദിവസങ്ങളിൽ ഇടവകയിൽ നിന്നുള്ള കുറെ ആളുകൾ ആ പ്രദേശം സന്ദർശിക്കും. They would go from house to house. അവരെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങും. Talk to people on the streets. തെരുവിൽ കാണുന്ന മനുഷ്യരുമായി കർത്താവിനെ കുറിച്ച് സംസാരിക്കും. And invite them for service of prayer and preaching. പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെയും ശുശ്രൂഷകളിലേക്ക് ഇങ്ങനെ കണ്ടുമുട്ടുന്നവരെ ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. Afterwards, a missionary or sometimes a small group of Christians would remain in that location. അതിനുശേഷം ഒരു മിഷനറിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വാസികളോ ആ പ്രദേശത്ത് തന്നെ താമസിച്ച് ശുശ്രൂഷ ചെയ്തു പോന്നു. And they would give continuity to the contacts and the work. അവര് സ്ഥാപിച്ചെടുത്ത ബന്ധങ്ങൾ ഈ വിധത്തിൽ നിലനിർത്തുകയും സുവിശേഷം വ്യാപനത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. Several congregations were established on that way in places where previously there had been no single Lutheran. ഒരു ലൂഥറൻ വിശ്വാസി പോലും ഇല്ലായിരുന്ന ആ സ്ഥാനങ്ങളിലൊക്കെ ഈ വിധമായ പ്രവർത്തനങ്ങൾ നിമിത്തം പല ഇടവകകളും രൂപീകരിക്കുന്നതിന് സാധ്യമായി തീർന്നു. They were people that for some reason were very far away from any church or perhaps the church of their fathers. ഈ സഭയിലേക്ക് ചേർന്ന് വന്ന ആളുകളൊക്കെ പലപ്പോഴും സഭയെക്കുറിച്ച് കേൾക്കാത്തവരോ സഭയിൽ നിന്ന് വളരെ അകന്ന് ജീവിക്കുകയോ ചെയ്ത ആളുകളായിരുന്നു. But deep in their hearts they were longing for
faith. എന്നാൽ തീർച്ചയായും ആ ആളുകളുടെ ഉള്ളത്തിന്റെ ആഴങ്ങളിൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ഒരു അഭിവാഞ്ചിയുള്ളവരായിരുന്നു. Well, this is one example. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Anyhow, step by step, the church started to awake for mission. പടിപടിയായി എന്റെ സഭ ദൗത്യോന്മുഖമായി ഉണർത്തപ്പെട്ടു എന്ന് പറയട്ടെ. But also an intense debate about mission unfolded. എന്നാൽ ഇങ്ങനെ ദൗത്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വന്നതോടെ ദൗത്യം എന്നുള്ള ആശയത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും സഭയുടെ ഉള്ളിൽ ഉണ്ടായി. There was also critical reflection. ചില അഭിപ്രായങ്ങളൊക്കെ വളരെ വിമർശനാത്മകമായ അഭിപ്രായങ്ങളായിരുന്നു. Some asked, is the word mission adequate? ചില ആളുകൾ ഉയർത്തിയ ഒരു ചോദ്യം, ദൗത്യം എന്നുള്ള ഈ വാക്ക് പര്യാപ്തമായ ഒരു വാക്കാണോ? After all, quite often the word mission is linked to military enterprises. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ദൗത്യം എന്നുള്ള വാക്ക് പലപ്പോഴും സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണല്ലോ. When, for example, President Bush visited the American troops in the first war in Iraq, he said, ഉദാഹരണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ഇറാഖിലെ ആദ്യത്തെ യുദ്ധസമയത്ത് അവരുടെ പടയാളികളെ അവിടെ സന്ദർശിക്കുന്ന നേരം mission accomplished. ജോർജ് ബുഷ് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. Is that a kind of mission that we as church would be looking for? ഈ എന്റെ സഭയിലെ ആളുകൾ ഉയർത്തിയ ചോദ്യം, ഇങ്ങനെയുള്ള ഒരു ദൗത്യമാണോ സഭ ദൗത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്? He even used the word crusade, so offensive for Muslims. ബുഷ് ഉപയോഗിച്ച മറ്റൊരു വാക്ക് കുരിശുയുദ്ധം എന്നുള്ളതാണ്. അത് മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വാക്കാണ്. Would we wish to go the same track? നമ്മളും ദൗത്യം എന്ന് പറഞ്ഞ് മുന്നേറുമ്പോൾ ഈ വഴികളിലൂടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? To give another example, recently the word mission is being used more and more in the economic field. മറ്റൊരു ഉദാഹരണം കൂടെ പറയട്ടെ. ഈ അടുത്ത കാലത്തായി ദൗത്യം എന്നുള്ള വാക്ക് സാമ്പത്തിക മേഖലകളിൽ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. More and more companies define their mission. നിരവധി കമ്പനികൾ ഈ അടുത്ത കാലത്തായി തങ്ങളുടെ ദൗത്യത്തെ നിർവചിച്ചുകൊണ്ടിരിക്കുന്നു. That is, defining what they are going to do and what they want to achieve. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് അവർ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതുമെന്ന് ഈ നിർവചനങ്ങളിലൂടെ അവർ ലോകത്തെ അറിയിക്കുന്നു. Is that the best association for the church wanting to carry on its mission? സഭ അതിന്റെ ദൗത്യം നിർവഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിധത്തിലുള്ള നിർവചനങ്ങളാണോ സ്വീകാര്യമായിട്ടുള്ളത്? Military actions and economic projects are not the best associations for the mission of the church. സൈനിക നടപടികളും സാമ്പത്തിക ലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ള ഈ നിർവചനങ്ങളൊന്നും സഭയുടെ ദൗത്യ നിർവചനമായി തീർന്നുകൂടാ. But should then the term be avoided? എന്നാൽ ഒരു ചോദ്യം വീണ്ടും ഉയരുന്നത്, അങ്ങനെയെങ്കിൽ ഈ വാക്ക് ദൗത്യം എന്ന വാക്ക് നമുക്ക് പാടെ ഉപേക്ഷിച്ച് കളയാമോ? Some even reminded us that the word mission as such does not occur in the Bible. ചില ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ദൗത്യം എന്ന ഒരു വാക്ക് വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനേ കഴിയുകയില്ല. Why should we use it then? അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഈ വാക്ക് എന്തുകൊണ്ട് നാം ഉപയോഗിക്കണം? Okay, everybody agreed that we are all called to give witness to Jesus Christ. എന്നാൽ എല്ലാവരും ഒരുപോലെ സമ്മതിച്ച ഒരു കാര്യം, നമ്മെ എല്ലാവരെയും ദൈവം ഒരു ദൗത്യത്തിനായി പ്രവർത്തനത്തിനായി വിളിക്കുന്നു എന്നുള്ള കാര്യം. To call to faith in Him. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നതിനായിട്ട് വിശ്വസിക്കുന്നതിനായി നമ്മളെ ക്ഷണിക്കുന്നു, വിളിക്കുന്നു എന്നുള്ള കാര്യം. But would we need the word mission for it? എന്നാൽ ഒരുപക്ഷെ നമുക്ക് ഈ ദൗത്യം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായി വരാം. Let me shorten up. It was a long, intense debate within the church. സഭയുടെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി വളരെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി. But we came to the conclusion that we should keep the word mission. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചത് ദൗത്യം എന്ന ഈ വാക്ക് നമ്മളുടെ സഭാ പ്രവർത്തനങ്ങളിൽ നിലനിർത്തണം എന്നുള്ളതാണ്. We should keep it because it states very clearly that we are called for a task. ഇത് നിലനിർത്തുന്നതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്, ഒന്ന്, ഈ ദൗത്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഇതിന്റെ പിറകിൽ
ഒരു ദൈവികമായ വിളിയുണ്ട് എന്നുള്ള ഊന്നലുള്ളതുകൊണ്ടാണ്. For the task of witnessing to the gospel, and that is essential to the church. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തം, ആ പ്രവർത്തനം ഈ സാക്ഷി ജീവിതത്തിന്റെ കേന്ദ്രമാണ്. അത് സഭാ ജീവിതത്തിന് അനിവാര്യവുമാണ്. The true church is a missionary church. യഥാർത്ഥമായ സഭ ഒരു മിഷനറി സഭ ആയിരിക്കണം. The question therefore is not whether we should use the term mission, എന്നാൽ ദൗത്യം എന്നുള്ള ഈ വാക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. but how we understand mission. പ്രധാനപ്പെട്ട സംഗതി ഈ വാക്ക് ഉപയോഗിക്കുന്നതല്ല, മറിച്ച് എങ്ങനെ ഇതിനെ നാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. So we felt the need to define clearly what we understand by mission. അതുകൊണ്ട് തന്നെ ദൗത്യം എന്നുള്ളത് വാസ്തവത്തിൽ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധം വ്യക്തമാക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിച്ചു. So the question then was, what is mission? എന്താണ് ദൗത്യം എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയത്. And the first conclusion is, mission is not a program of ours. അതിൽ ഏറ്റവും മുഖ്യമായി ഉയർന്നു വന്ന ഒരു ആശയഗതി എന്ന് പറയുന്നത് ദൗത്യം അത് നമ്മുടേതല്ല എന്നുള്ളതാണ്. Mission is bringing forth God's plan of salvation for all human beings. സകല മനുഷ്യർക്കുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൗത്യത്തിന്റെ മൗലികമായ സ്വഭാവം. Therefore, it is God's mission, not our mission. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമായ ദൗത്യമാണ്, മനുഷ്യരുടെ ദൗത്യമല്ല. Of course, we are all called to be part of God's mission. തീർച്ചയായും ഈ ദൈവിക ദൗത്യത്തിൽ പങ്കുകാരാകുവാൻ, ഭാഗവാക്കുകളാകുവാൻ നമ്മളെ എല്ലാം ദൈവം ക്ഷണിക്കുന്നുണ്ട്. But it is not our property. എന്നാൽ ഇത് നമ്മുടെ അവകാശമല്ല. And it not depends on our wise reflections and bold actions. ഇത് നമ്മുടെ ചിന്താഗതിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. It depends on the power of the Holy Spirit. ഇത് ദൈവാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. Secondly, the nature of mission resides in sending. രണ്ടാമത് ദൗത്യത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ദൗത്യത്തിന്റെ അവിഭാജ്യമായ അല്ലെങ്കിൽ മൗലികമായ ഒരു ഘടകമെന്ന് പറയുന്നത് അയക്കപ്പെടുക എന്നുള്ളതാണ്. God sent his son Jesus for our salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. Jesus sent his disciples to proclaim the gospel. സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി കർത്താവ് തന്റെ ശിഷ്യരെ അയച്ചു. Also sending them to different places. മാത്രമല്ല വ്യത്യസ്തമായ നാടുകളിലേക്ക് ശിഷ്യരെ അയക്കുന്നതായും നാം കാണുന്നുണ്ട്. Therefore, mission is sending. അതുകൊണ്ട് ദൗത്യത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകം അയക്കപ്പെടുക എന്നുള്ളതാണ്. And the church sends missionaries. സഭ മിഷനറിമാരെ അയക്കുന്ന സഭയാണ്. But it always remains God's mission. അങ്ങനെ അയക്കുമ്പോൾ തന്നെ സഭയുടെ ദൗത്യമല്ല, ദൈവത്തിന്റെ ദൗത്യമായിട്ടാണ് അത് നിർവഹിക്കപ്പെടുന്നത്. And the Spirit comforts us and leads us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. Thirdly, we discovered that before becoming missionaries, we are always a target of God's mission ourselves. മൂന്നാമത് ഞങ്ങൾ ഈ ദൗത്യം എന്നുള്ളത് നിർവചിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം, നാം മിഷനറിമാരായി, വിശ്വാസികൾ മിഷനറിമാരായി മാറുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മിഷൻ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്. And that is not something we have just experienced once in the past. ഈ പറയുന്ന കാര്യം മുൻപ് എപ്പോഴോ ഒരിക്കൽ നടന്ന ഒരു കാര്യമായിട്ടല്ല മനസ്സിലാക്കുന്നത്. But it is the very nature of mission. ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു സ്വാഭാവികമായ അനുഭവമാണിത്. Even if we ourselves become missionaries, we are always dependent of the word of God coming to us. നാം മിഷനറിമാരായി സുവിശേഷം മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവവചനം നിരന്തരമായും നിത്യമായും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And God's word comes continuously to us. ദൈവവചനം അനുസ്യൂതമായി അഭംഗുരം നമ്മുടെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നു. And only then we are given the capacity to transmit God's word to others. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവവചനം മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശക്തി, കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. Again, this is not something which happened once in the past in our lives. ഇതും ജീവിതത്തിൽ ഒരിക്കലായി നടക്കുന്ന ഒരു കാര്യമല്ല.
It happens continuously again and again. ഇത് നിരന്തരമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം. It is like the daily meals we need every day. നമുക്ക് പ്രതിദിനാഹാരം എല്ലാ ദിവസവും വേണം എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. So that we may continue living and working. ഈ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഊർജം ലഭിക്കുന്നത്. The same way we need God's word every day in order to go ahead. സാക്ഷ്യ നിർവഹണത്തിനും ഇതേ മാതൃകയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എല്ലാ ദിവസവും നമുക്ക് അനുഭവപ്പെടേണ്ടതായിട്ടുണ്ട്. This relationship never changes. ഈ ബന്ധം ഒരിക്കലും മാറുന്ന ഒരു ബന്ധമല്ല. It is God's mission. ഇത് ദൈവത്തിന്റെ ദൗത്യം. But we are captivated by it in a way that grateful and happy we can be part of God's mission. എന്നാൽ ദൈവത്തിന്റെ ഈ ദൗത്യത്താൽ കീഴടക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ അതിൽ പങ്കെടുക്കുന്നതിൽ നമുക്ക് ഏറെ നന്ദിയും ഹൃദയത്തിൽ വളരെയധികം സന്തോഷമുള്ളവരാണ്. In the process of reflection in my church, we finally came up with a theme, God's mission, our passion. എന്റെ സഭയിൽ ദൗത്യത്തെക്കുറിച്ചുള്ള ഈ ധ്യാനങ്ങളെല്ലാം പര്യവസാനിപ്പിച്ചത് ഒരു ചിന്താവിഷയമായിട്ടാണ്. ദൈവിക ദൗത്യം, നമ്മുടെ ആവേശം, അഭിനിവേശം എന്നുള്ള ചിന്താവിഷയം. And in the meantime, we use it abundantly in our work, in the congregation, the local churches, in our programs. ഈ ഒരു ചിന്താവിഷയം ഞങ്ങളുടെ സഭാജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സമൃദ്ധമായി കഴിഞ്ഞ നാളുകളിലൊക്കെ ഉപയോഗിക്കപ്പെട്ടു. God's mission, our passion. ദൈവിക ദൗത്യം, നമ്മുടെ അഭിനിവേശം. Thus we underlined that mission is always God's mission. ഇതിനകത്തൂടെ ഞങ്ങൾ അടിവരയിടുന്ന ഒരു പ്രധാന കാര്യം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യം ദൈവിക ദൗത്യമാണ് എന്നുള്ളതാണ്. But we want to be a part of it. എന്നാൽ അതേ സമയത്ത് ബലഹീനരായ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട് എന്നും പ്രകടിപ്പിക്കുന്നു. Not only with our minds, ഇത് കേവലം നമ്മുടെ മസ്തിഷ്കത്തിലൂടെയുള്ള ഒരു പങ്കെടുക്കലല്ല, but above all with our hearts. ഹൃദയപൂർവമായിട്ടുള്ള ഒരു പങ്കെടുക്കലാണ്. It becomes our passion. ഇത് നമ്മുടെ ഒരു ആവേശമായി മാറും. Well, as a result, our dioceses were challenged to sponsor missionary projects. ഇതിന്റെ ഫലമായി ഞങ്ങളുടെ ഭദ്രാസനങ്ങളെയൊക്കെ ദൗത്യം പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനായി വെല്ലുവിളിക്കപ്പെട്ടു. And to support missionaries in new locations or in new areas of big cities. പുതിയ മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ ആക്കപ്പെട്ട മിഷണറിമാരെ സ്പോൺസർ ചെയ്യുന്നതിനായിട്ട് ഇടവകളെയും മറ്റു ഭദ്രാസനങ്ങളെ വെല്ലുവിളിച്ചു. Each local church, which we call congregation, was also challenged to set up a missionary plan. പ്രാദേശിക ഇടവകളും അവർക്ക് അവരുടേതായ ഒരു മിഷൻ പദ്ധതി തയ്യാറാക്കുന്നതിന് അവരോട് ആവശ്യപ്പെട്ടു. It should comprise something new they would like to do in their own location. ഈ മിഷൻ പദ്ധതിയിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഒരു കാര്യം അവരുടെ തന്നെ പ്രാദേശിക തലങ്ങളിൽ ചില പുതിയ കാര്യങ്ങൾ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതിന് പ്ലാൻ ചെയ്യണം. And something they would support outside their geographic boundaries. മാത്രമല്ല അവരുടെ പ്രാദേശിക അതിരുകൾക്ക് അപ്പുറത്തിലുള്ള ചില പ്രവർത്തനങ്ങൾക്കും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തരത്തിൽ പദ്ധതികൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. Attention was also given in producing some materials like folders and booklets. ഈ മിഷൻ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ കാലയളവിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു. And also using the internet to present, or also brief videos, first mentioning videos. ചെറിയ വീഡിയോ ചിത്രങ്ങളൊക്കെ ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടു. And also using the internet to present the church and the missionary programs. സഭയും അതിന്റെ ദൗത്യ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇന്റർനെറ്റ് പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തു. One interesting example, I think, is the emergence of a new congregation via internet. വളരെ കൗതുകരമായ ഒരു വസ്തുത, ഇന്റർനെറ്റിലെ ഈ പരിപാടി നിമിത്തം ഒരു പുതിയ ഇടവക ഇന്റർനെറ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. The headquarters of the Brazilian church are in the very south of the country. ബ്രസീലിലെ സഭയുടെ സഭാ കേന്ദ്രം ബ്രസീലിന്റെ തെക്കൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. A certain day we received an email from some people many thousand kilometers away in northeastern Brazil.
എന്നാൽ അതേ സമയത്ത് തന്നെ വടക്ക് കിഴക്കൻ ബ്രസീലിന്റെ പ്രദേശത്തുള്ള ആളുകൾക്കും ഈ ദൗത്യ സന്ദേശം എത്തിക്കുവാൻ ശ്രമിച്ചു. And they said they were a group of about 30 people that wanted to become Lutherans. അവിടെയുള്ള ഏതാണ്ട് 30ഓളം ആളുകൾക്ക് ലൂഥറൻ സഭയുടെ ആകുവാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചു. At first we found it rather strange because there are many churches in that location, that city from where the email came. ഈ ആഗ്രഹം പ്രകടിപ്പിച്ച ഇടങ്ങളിൽ മറ്റ് സഭകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരിങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെ ആശ്ചര്യമുണ്ടായി. And there was no Lutheran church there. എന്നാൽ ഒരു ലൂഥറൻ സഭ അവിടെ ഉണ്ടായിരുന്നില്ല. How come that they would write to us now saying that they wanted to become Lutherans? അവരെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ലൂഥറൻ സഭാംഗങ്ങളാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്? At first, some of the persons who at the headquarters dealt with the mail replied politely, but not getting much into details. സഭാകേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഇതിന് മറുപടി അയച്ച ആളുകൾ വളരെ മാന്യമായി, എന്നാൽ അതേസമയത്ത് അവരുടെ ആഗ്രഹത്തിന് പിന്തുണ നൽകാതെയുള്ള ഒരു മറുപടി അയച്ചു. They thought that probably this group was wanting to have some financial support. അവരാദ്യം തെറ്റിദ്ധരിച്ചത് ഈ ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾക്ക് എന്തോ സാമ്പത്തിക സഹായം വേണം, അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. Which in fact happens quite often. അത് മിക്കവാറും സംഭവിക്കുന്ന കാര്യവുമാണ്. But when a second mail came insisting, that mail was brought to my attention. രണ്ടാമത് വീണ്ടും അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുത്ത് വന്നപ്പോൾ ആ എഴുത്ത് കാണുവാൻ എനിക്ക് ഇടയായി. And since I had a trip foreseen for a neighboring state of the location from where the email came, I decided to say that I would visit them. ഈ എഴുത്തയച്ച ആളുകളുടെ സമീപ പ്രദേശങ്ങളിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് മറുപടി കൊടുത്തു, അവിടെ വരുമ്പോൾ നിങ്ങളെയും സന്ദർശിക്കാമെന്ന്. An interesting feature is the one who had written the email then wrote to my secretary asking her if when I would come, how many people would they need together? അതിന് മറുപടിയായിട്ട് അവിടെ നിന്ന് വന്ന ഒരു ഇമെയിലിനകത്ത് അവർ എഴുതി ചോദിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒരാൾ അവിടെ സന്ദർശിക്കുമ്പോൾ എത്ര ആളുകൾ ഉണ്ടാവണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. He probably thought that I would expect a crowd like this one here today. ഇപ്പൊ ഇവിടെ മാരാമണ്ണം ഇരിക്കുന്ന ആളുകളെ പോലെ ഒരു വലിയൊരു സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നതെന്ന് ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. Of course, it's very good to be among so many people like you are here. തീർച്ചയായും ഇതുപോലെയുള്ള വലിയ സമൂഹങ്ങളിൽ വരുന്നത് കാണുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. But I replied to the email saying, "Dear brother, you know that passage of scripture which says where 2 or 3 are gathered in my name, there I am in the midst of them." ഞാൻ അതിന് മറുപടിയായി അവരോട് പറഞ്ഞു, പ്രിയ സഹോദര, വേദപുസ്തകത്തിലെ വാക്യം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, 2 or 3 പേർ എന്റെ നാമത്ത് കൂടുന്നിടത്തൊക്കെയും ഞാനുണ്ട് എന്നുള്ള വാക്യം. So I'll be glad to meet you, whatever numbers you are. നിങ്ങളുടെ സംഖ്യ എത്രയുണ്ടെന്ന് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും നിങ്ങളെ കാണുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. And he replied saying, "Thank you so much, but we are making efforts to get as much people as we can." നിങ്ങളുടെ ഉത്തരത്തിന് നന്ദി, എന്നാൽ ഞങ്ങൾക്ക് കഴിവുള്ളിടത്തോളം ആളുകളെ കൂട്ടിവരുത്തുന്നതിന് ഞങ്ങൾ ശ്രമിക്കാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. Well, it was then not a huge crowd. തീർച്ചയായും അവിടെ വലിയൊരു ജനസമൂഹം ഉണ്ടായിരുന്നില്ല. But they were 50 people. അവര് 50 ആളുകൾ സമ്മേളിച്ചു. And we engaged, we had the prayer and preaching, a service, and we engaged in dialogue. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ശുശ്രൂഷ എടുത്തു, പ്രസംഗിച്ചു, പിന്നീട് ഞങ്ങൾ ആശയവിനിമയത്തിൽ ഏർപ്പെടുകയും ചെയ്തു. And I asked them, how had they come to the idea of becoming Lutherans? ഒരു ലൂഥറൻ സഭാംഗമാകണമെന്നുള്ള ഈ ആശയം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ അവരോട് ചോദിച്ചു. And they said, well, we actually were looking for a church which would respond to our longings. ഞങ്ങളുടെ താല്പര്യങ്ങളോട് പ്രതികരിക്കുന്ന സഭകളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവർ പ്രതികരിച്ചു. And for some reason we had some difficulties with some of the churches here.
ആ പ്രദേശത്ത് അപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ചില സഭകളുമായി സഹകരിക്കുന്നതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് അവർ അറിയിച്ചു. So we tried to find another church. അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്ത മറ്റൊരു സഭയുടെ സാന്നിധ്യം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചത്. And we looked via internet. അതിന് ഞങ്ങൾ ഇന്റർനെറ്റിലൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. And then we came to your homepage of your church and we decided that that's the one we wanted to contact. ആ സമയത്താണ് നിങ്ങളുടെ സഭയെക്കുറിച്ചുള്ള അറിവ് ഇന്റർനെറ്റിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായത്. അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടത്. The dialogue continued because I asked him, but what did you find that was so interesting that you approached us? എന്നാൽ ഞങ്ങളിൽ കൗതുകരമായി ശ്രദ്ധേയമായി നിങ്ങൾ കണ്ടെത്തിയ വസ്തുത എന്ത് എന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. And the answer was manifold and very interesting. അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പലതും കൗതുകരമായ വസ്തുതകളായിരുന്നു. One thing they said, we found out that your church has an ecumenical commitment. അതിൽ ശ്രദ്ധേയമായ ഒന്ന്, നിങ്ങളുടെ സഭയ്ക്ക് എക്യുമെനിക്കലായിട്ടുള്ള ഒരു സമർപ്പണം, അങ്ങനെയുള്ള ഒരു ബോധമുണ്ട് എന്നുള്ളതാണ് എന്നവർ പറഞ്ഞു. And many of the churches around here, they are competing one against the other. ഇവിടെയുള്ള പല സഭകളും പരസ്പരം മത്സരിച്ച് നിലകൊള്ളുന്ന സഭകളാണ്. We were looking for one which would look for unity. ഐക്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. The other reason they gave me, they said, well, we found out that you are a church that you put weight in preaching the gospel and at the same time in serving the neighbor. രണ്ടാമത് അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് താല്പര്യമുള്ള സഭയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും സഹായിക്കുവാനും താല്പര്യമുള്ള ഒരു സഭയാണെന്നുള്ളതാണ്. Besides the missionary programs, they had seen also diaconal services rendered by the church. ഈ ദൗത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ ശുശ്രൂഷാപരമായ കാര്യങ്ങളിലും ഏർപ്പെടുന്നതിനെ കുറിച്ച് അവർ വായിച്ചറിഞ്ഞു. And they said, well, our experience here is that some churches put very much weight in preaching the gospel, but they are not so much interested in helping the people. ആളുകൾ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ ഇവിടെയുള്ള ചില സഭകൾക്ക് പ്രസംഗിക്കുന്നതിന് വലിയ താല്പര്യമാണ്, എന്നാൽ പ്രവർത്തനങ്ങൾക്ക് തീരെ താല്പര്യമില്ല. And there are some others and some groups, also some ecumenical groups, very much engaged in social action, but they don't preach the gospel. മറ്റ് ചില സഭകളാകട്ടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശുഷ്കാന്തി തൽപരരാണ്, എന്നാൽ ആധ്യാത്മികമായ കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നു. So we expect that this can be kept here also. This could be a reality here also, in that place where we were. Okay. അദ്ദേഹം ആ പ്രദേശത്ത് ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് ലൂഥറൻ സഭ എത്തുമ്പോൾ അവിടെയും ഇത് ഒരു യാഥാർത്ഥ്യമാകുമെന്ന് അവർ പ്രത്യാശിച്ചു. Well, let's shorten up again. As a result of that dialogue, at first I left quite a number of materials with them. ഞങ്ങളുടെ സംഭാഷണത്തിന്റെ ഒടുവിൽ കുറെ സുവിശേഷ പ്രതികളും മറ്റ് സാധനങ്ങളും ഞാൻ അവർക്ക് നൽകിയിട്ട് പോന്നു. I promised them that for the next month, at least once a month, a missionary, a pastor would come to assist them. മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മിഷണറിയോ അല്ലെ സുവിശേഷ പ്രവർത്തകനോ വന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. And I asked them to meet at least once more every month to study some of the materials I had brought with me. ഞാൻ അവർക്ക് നൽകി പോകുന്ന സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുന്നതിനായി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് വന്നു ചേരുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. They accepted it, but 1 week later they wrote me saying that they had decided to meet every Sunday. അന്നേരം അത് സമ്മതിച്ചു. എന്നാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് എഴുതി, മാസത്തിൽ ഒരിക്കലല്ല എല്ലാ ഞായറാഴ്ചയും കൂടി അത് പഠിക്കുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന്. After a few months we asked for a missionary to stay for 2 weeks with them. കുറെ മാസങ്ങൾക്ക് ശേഷം അവിടെ പോകുന്ന മിഷണറിയോട് 2 ആഴ്ച അവരോടൊപ്പം താമസിക്കുന്നതിന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. Instructing them more into the confessional basis of the church. വിശ്വാസപരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നതിനായി അവരെ നിർദ്ദേശം നൽകി അയച്ചു. And after 7-8 months
we had an official service in which that congregation was established and new members were received into the church. ഏതാണ്ട് 8 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുതിയ ഇടവക രൂപീകൃതമായി പുതിയ അംഗങ്ങൾ ഈ ഇടവകയിലേക്ക് ചേരുവാനും ആരംഭിച്ചു. In the meantime, there were close to 150. ഇപ്പോൾ ഏതാണ്ട് 150ഓളം ആളുകളുള്ള ഒരു ഇടവകയായി അത് മാറുകയുണ്ടായി. Well, this is one example of my church, how mission goes. ദൗത്യം പുരോഗമിക്കുന്നത്, വ്യാപിക്കുന്നത് എങ്ങനെയെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാട്ടിയത്. But let us come now to the biblical text, because from there we want to get the inspiration for mission. നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ നമ്മുടെ ഈ ദൗത്യത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. You remember the text which was read, Acts 8, of the story of Philip and the Ethiopian government official. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചു കേട്ട വേദഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഫിലിപ്പോസും എത്യോപ്യക്കാരൻ ഷണ്ണനും തമ്മിൽ നടക്കുന്ന സംഭാഷണമായിരുന്നു അത്. That official was responsible for the finances in Ethiopia. എത്യോപ്യയിലെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആ ഷണ്ണൻ. And the story is in many ways quite illustrative and inspiring to us. ഈ കഥ, ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൗത്യത്തെ പല നിലകളിൽ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒന്നാണത്. So along the 8 steps which I mentioned, I hope to bring different motivations and inspirations, reasons for mission along the text. ഈ വേദഭാഗത്ത് നിന്ന് 8 പോയിന്റുകളിലൂടെ ദൗത്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള ധ്യാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So I invite you to take those 8 steps with me. എന്നോടൊപ്പം ഈ 8 പടികളിലും നിങ്ങൾ യാത്ര ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ. First step. ആദ്യത്തെ പടി, God's mission, of which we will be part of, comes from God, from His Spirit. നാം ഭാഗഭാക്കായിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൗത്യമാണ്. ദൈവത്തിൽ നിന്നും, ദൈവ ആത്മാവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. In the story, God's messenger, which is the meaning of the word angel, messenger, gives Philip the order to go south. ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ തെക്കൻ ദേശത്തേക്ക് പോകുവാൻ ഫിലിപ്പോസിനോട് ആജ്ഞാപിക്കുന്നത് നാം കാണുന്നു. Namely from Jerusalem, where he was, to Gaza. യെരുശലേമിൽ നിന്ന് ഗാസയിലേക്ക് പോകുന്ന വഴിയിൽ. Places about which we still hear very much and very often in the news today. ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്നും വാർത്താ മാധ്യമങ്ങളിലൂടെ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. Of course, today stories of conflict. ഇന്ന് നാം കേൾക്കുന്നത് പലപ്പോഴും സംഘർഷത്തിന്റെ കഥകളാണ് ആ പ്രദേശത്ത് നിന്ന് കേൾക്കുന്നത്. But this story is a story of a marvelous encounter among 2 people. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഈ കഥ വളരെയധികം ഹൃദയസ്പൃക്കായ 2 ആളുകൾ തമ്മിലുള്ള ക്രിയാത്മകമായ സംഭാഷണത്തിന്റെ കഥയാണ്. Let us keep in mind that those locations find themselves in the middle of the desert. മരുഭൂമിയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഇതെന്ന് നമ്മൾക്ക് ഓർക്കാം. And throughout the story, God is the one writing the script and directing it according to His purpose. ഈ കഥ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ തിരക്കഥ മുഴുവൻ ദൈവം തന്നെ രചിക്കുകയും സംവിധാനം ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. This being so, we can believe that God also has a purpose for His mission among us. നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ്. We have to realize that we are called and sent to this mission. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ഈ ദൗത്യത്തിനായി വിളിക്കുന്നു, ദൈവം നമ്മളെ അയക്കുന്നു എന്നുള്ള വസ്തുതയാണ്. It is God that gathered us as a church to reflect and commit ourselves to His mission. ഒരു സഭ എന്ന നിലയിൽ നമ്മളെ പലയിടങ്ങളിൽ നിന്ന് ചേർക്കുന്നതും ദൈവവചനം ധ്യാനിച്ച് ദൗത്യത്തിനായി നമ്മളെ അയക്കുന്നതും ദൈവം തന്നെയാണ്. Thus God will be guiding our plans and initiatives.
നമ്മുടെ ദൗത്യ മേഖലകളിലെ പദ്ധതികളെയും അതുകൊണ്ട് തന്നെ ദൈവമായിരിക്കും നിയന്ത്രിക്കുന്നത്. ദൈവമാണ് അതിന്റെ നിയന്ത്രാവ്. Well, that was the first step. God leading it. ദൈവം നമ്മളെ നയിക്കുന്നു, ദൗത്യത്തിൽ നയിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. Second step. രണ്ടാമത്തെ പടി, God's mission moves us away from where we are. ദൈവത്തിന്റെ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അത് നമ്മളെ തള്ളി നീക്കുന്നു. That can be geographically or it can be spiritually. അത് ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിലാകാം, ആധ്യാത്മികമായ അർത്ഥതലങ്ങളിലുമാകാം. But we always move from where we are to somewhere else. നമ്മളായിരിക്കുന്ന ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് ദൈവിക ദൗത്യം നമ്മളെ നിർബന്ധിക്കുന്നു. In the case of Philip, it was geographically. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം, മാറ്റം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു മാറ്റമായിരുന്നു. But it certainly was also a spiritual experience for him. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ ഈ മാറ്റത്തിലൂടെ ആത്മീയമായിട്ടുള്ള ചില പുതിയ അനുഭവങ്ങളും ഉണ്ടാവാനിടയായി. Philip was sent far away to the most improbable place to implement God's mission. ദൈവിക ദൗത്യം നിർവഹിക്കാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുവാനാണ് ഫിലിപ്പോസിനോട് ആവശ്യപ്പെട്ടത്. അവിടേക്കാണ് ദൈവം ഫിലിപ്പോസിനെ അയക്കുന്നത്. He was sent to the desert. ഒരു മരുഭൂമിയിലേക്ക് ഫിലിപ്പോസിനെ അയക്കുന്നു. And under the hot sun. തിളച്ചു മറിയുന്ന സൂര്യ കിരണങ്ങളുടെ കീഴേ. Even hotter than in Maramon. മാരാമണ്ണുള്ള ചൂടിനേക്കാൾ വളരെ മടങ്ങ് ചൂടുള്ള ഒരു സ്ഥലത്തേക്ക്. If Philip was sent towards south, our churches are often being pushed in all directions. ഫിലിപ്പോസിനെ തെക്കേ ദേശത്തേക്ക് കർത്താവ് അയച്ചെങ്കിൽ സഭയെ ദൈവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തള്ളി നീക്കുകയാണ്. We heard yesterday from Jerusalem, all Judea and Samaria up to the end of the earth. കഴിഞ്ഞ ദിവസം രാത്രി നാം ധ്യാനിച്ചല്ലോ, യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും സമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം നമ്മളെ അയക്കുന്ന ദൈവാത്മാവിനെ കുറിച്ച്. So we must realize that we are often being called to go beyond our own geographic, cultural, social, ethnic and gender-related borders. അതുകൊണ്ട് ദൗത്യത്തിൽ നാം ഏർപ്പെടുമ്പോൾ ദൈവാത്മാവ് നമ്മളെ എല്ലായ്പ്പോഴും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം നമ്മുടെ വംശീയവും സാംസ്കാരികവും ലിംഗപരവുമായിട്ടുള്ള എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് പോകുന്നതിന് നമ്മളെ നിർബന്ധിക്കുകയാണ്. God's mission is about facing new challenges. ദൈവിക ദൗത്യം എന്ന് പറയുന്നത് പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനുള്ള ക്ഷണമാണ്. So that was the second step. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഇതാണ്. God's mission moves us away from where we are. ദൈവിക ദൗത്യം നാം ആയിരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ വിദൂരങ്ങളിലേക്ക് തള്ളി നീക്കുന്നു. Now the third step. മൂന്നാമത്തെ പടി. God's mission demands an attitude of humbleness and solidarity. ദൈവിക ദൗത്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൂടുതൽ വിനയവും ഐക്യദാർഢ്യത്തിനുള്ള മനോഭാവവുമാണ്. We need to put ourselves on the side of people acting as accompaniers. ജനപക്ഷത്ത് നിന്ന് ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരായി തീരുവാൻ ദൈവിക ദൗത്യം നമ്മളെ ക്ഷണിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. Philip walks on the side of the car. ഫിലിപ്പോസ് രഥത്തോട് ചേർന്ന് നടക്കുന്നതായി നാം വായിക്കുന്നു. You can imagine that he actually had to run because the car, although it was not a mobile car like today, but it was faster than walking. നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കുക, ഒരു രഥത്തോടൊപ്പം ഫിലിപ്പോസിന് നടക്കണമെങ്കിൽ അത് ഒരു സാവധാനത്തിലുള്ള നടപ്പ് കൊണ്ട് സാധ്യമാവുകയില്ല, അദ്ദേഹം ഓടിയേ മതിയാവൂ. And while walking or running alongside the car, Philip pays attention to what happens. ഇങ്ങനെ രഥത്തോട് ചേർന്ന് ഓടുന്ന സമയത്ത് ഫിലിപ്പോസിന്റെ കണ്ണുകൾ ചുറ്റുപാടും പരതുന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് അദ്ദേഹം സഹൂദം ശ്രദ്ധിക്കുന്നു. What may the stranger be doing in that car? ഈ രഥത്തിലിരിക്കുന്ന അപരിചിതൻ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾ ഉറ്റുനോക്കുന്നു. Surprisingly, he is reading the Holy Scripture. അത്ഭുതമെന്ന് പറയട്ടെ, ആ മനുഷ്യൻ തിരുവചനം വായിക്കുകയാണ്. People show interest in God's word in the most unusual places and times. ചിലപ്പോഴൊക്കെ വളരെ അസാധാരണമായ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ മനുഷ്യർ ദൈവവചനത്തോട് ആഭിമുഖ്യം കാണിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. Sometimes, or quite often actually, they can have difficulties to understand the message. മിക്കപ്പോഴും
ഇങ്ങനെ ദൈവവചനത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന മനുഷ്യർക്ക് അത് ഗ്രഹിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, സ്വാംശീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. But they show themselves open and in search for it. എന്നാൽ അവര് തുറന്ന മനസ്സോടുകൂടെ സത്യത്തിനു വേണ്ടി അന്വേഷിക്കുന്നവരായിരിക്കുന്നു. Who will help them? അങ്ങനെയുള്ളവരെ ആരാണ് സഹായിക്കുക? Are we attentive to what happens around us? നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരാണോ? Attentive to the questions that people ask about their existence? തങ്ങളുടെ അസ്തിത്വങ്ങളെക്കുറിച്ച് മനുഷ്യർ ഉയർത്തുന്ന ചോദ്യങ്ങളെപ്പറ്റി നാം ശ്രദ്ധയുള്ളവരാണോ? അത് നമ്മുടെ ചെവിയിൽ പതിക്കുന്നുണ്ടോ? About the meaning and direction they should give to their lives? അവരുടെ ജീവിതത്തിന് എന്തർത്ഥമാണ്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അവർ ചോദിക്കുന്ന ചോദ്യം നാം കേൾക്കുന്നുണ്ടോ? Are we aware of their needs? അവരുടെ ദൈനംദിന ആവശ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടോ? And most important, can they realize that we are with them in solidarity with in their needs? അവരുടെ ആവശ്യങ്ങളിലും ആവശ്യങ്ങൾക്കായുള്ള അന്വേഷണങ്ങളിലും നാം അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോട് കൂടെയുണ്ട് എന്നുള്ള ബോധം അവർക്ക് ജനിക്കുന്നുണ്ടോ? Do we understand our diaconal work as part of God's mission? നമ്മുടെ ശുശ്രൂഷ പ്രവർത്തനങ്ങളൊക്കെ കർത്താവിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി നാം തിരിച്ചറിയുന്നുണ്ടോ? So that was the third step. ഇതാണ് മൂന്നാമത്തെ പടി. Humbleness and solidarity. വിനയമുള്ളവരാവുക, ജനങ്ങളോട് ഐക്യദാർഢ്യം ഉള്ളവരായിരിക്കുക. So let's take the fourth step. നാലാമത്തെ പടി എന്ന് പറയുന്നത്, In mission, nothing is imposed. ദൗത്യം എന്ന് പറയുമ്പോൾ ഒന്നും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനമല്ല. Not through the use of force as in many sad episodes in the history of Christianity. സഭയുടെ ചരിത്രത്തിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ അധികാരം, ശക്തി ഉപയോഗിച്ച് വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയല്ല, പ്രവർത്തനമല്ല ദൗത്യം എന്ന് പറയുന്നത്. Yesterday I mentioned the results of such an attitude towards indigenous peoples in Latin America and Africans brought as slaves to Latin America. ഇങ്ങനെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായി ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ. In true mission, nothing is imposed. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൗത്യ പ്രവർത്തനങ്ങളിൽ ഒന്നും ആരുടെ മേലും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. Not even through discreet and subtle ways. വളരെ പ്രത്യക്ഷത്തിൽ ഏൽപ്പിക്കുന്നതാണെന്ന് തോന്നുന്നില്ലെങ്കിലും മറ്റ് മാർഗങ്ങളിലൂടെയും ഒരിക്കലും യഥാർത്ഥമായ ദൗത്യം ഇങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നില്ല. Such as marketing tools or mediatic spectacles. കമ്പോളത്തിലുള്ള പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല. Nor for threats of divine condemnation. ദൈവികമായിട്ടുള്ള ശിക്ഷാവധി അറിയിച്ചുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടുത്തി അംഗങ്ങളാക്കുവാൻ ശ്രമിക്കുന്നില്ല. Or the approach to new followers with the promise of miracles. അത്ഭുതങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുവാൻ സഭ ശ്രമിക്കുന്നില്ല. They may happen, but they are never a tool to bring to faith. സഭയിൽ അത്ഭുതം നടക്കത്തില്ല എന്ന് അതിനർത്ഥമില്ല. എന്നാൽ ഈ അത്ഭുതങ്ങൾ മറ്റുള്ളവരെ സഭയിലേക്ക് ചേർക്കുന്നതിനുള്ള മുഖാന്തരങ്ങളല്ല എന്നത്രേ ഞാൻ പറഞ്ഞത്. In God's mission, everything is free. ദൈവിക ദൗത്യത്തിൽ എല്ലാം സൗജന്യമായി ലഭിക്കുന്നതാണ്, നൽകുന്നതാണ്. It is a decision that should be taken for those who truly want to receive the gospel. യഥാർത്ഥമായി സുവിശേഷം, ദൈവവചനം ശ്രവിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ സ്വീകരിക്കുന്നതാണ് ദൗത്യം. And are eager for it. ദൈവവചനത്തിനായി കൊതിയോടെ കാത്തിരിക്കുന്നു. Philip makes himself available to explain the gospel of Jesus Christ when he is asked to do so by his addressee. ഫിലിപ്പോസ് ദൈവവചനം എത്യോപ്യ ഷണ്ഡന് വിവരിച്ചു കൊടുക്കുന്നത് അദ്ദേഹം അതിനായി ക്ഷണിക്കപ്പെട്ടപ്പോഴാണ്. Therefore, the initiative in that conversation comes from the Ethiopian, not from Philip. ഫിലിപ്പോസും എത്യോപ്യ മേൽവിചാരകനും തമ്മിലുള്ള ഈ സംഭാഷണത്തിന് മുൻകൈ എടുക്കുന്നത് ഫിലിപ്പോസ് അല്ല, മറിച്ച് എത്യോപ്യക്കാരനായ അധിപതിയാണ്. It is he who invites Philip to embark and explain to him what he is reading. ആ എത്യോപ്യൻ അധികാരിയാണ് ഫിലിപ്പോസിനെ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനായി ക്ഷണിക്കുന്നത്.
It was not Philip who said, "May I come up to you and explain the text?" But the Ethiopian asked Philip to do so. മറിച്ച് ഫിലിപ്പോസ് ചെന്ന് അദ്ദേഹത്തോട് ഞാൻ മുകളിൽ കയറി വന്ന് നിനക്ക് ഈ വചനമൊക്കെ ഒന്ന് വിശദീകരിച്ച് തരട്ടെ എന്ന് ചോദിക്കായിരുന്നില്ല. And it is he, the Ethiopian, after having believed in the word of God, who asked to be baptized. അതുപോലെ തന്നെ നാം തുടർന്ന് വായിക്കുമ്പോൾ ദൈവവചന കേൾവിയിലൂടെ കർത്താവിൽ വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുന്നതിനുള്ള ആവശ്യം ഫിലിപ്പോസ് മുമ്പോട്ട് വെക്കുന്നതല്ല, മറിച്ച് എത്യോപ്യനായ മനുഷ്യൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുന്നതാണ്. Philip did not challenge the Ethiopian to get baptized. He was asked for it. എത്യോപ്യക്കാരനെ നീ സ്നാനപ്പെടണം എന്ന് നിർബന്ധിച്ച് സ്നാനപ്പെടുത്തിയതല്ല, മറിച്ച് സ്നാനപ്പെടുവാൻ അയാൾ ആവശ്യപ്പെട്ടപ്പോൾ സ്നാനപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. Philip on his turn offered him the good news of Jesus Christ. എന്നാൽ ഫിലിപ്പോസ് ചെയ്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിലൂടെയുള്ള സദ്വാർത്ത അയാളെ അറിയിച്ചു. And did not ask any payment for it. അതിനുവേണ്ടി യാതൊരു പ്രതിഫലവും അയാളോട് ചോദിച്ചതുമില്ല. That was the fourth step. ദൗത്യ പ്രവർത്തനത്തിലെ നാലാമത്തെ പടി ഇതാണ്. Fifth step. അഞ്ചാമത്തെ പടി എന്ന് പറയുന്നത്, the content of God's mission consists on the witness of the saving work of God in Jesus Christ. ദൗത്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാപ്രവർത്തനം മറ്റുള്ളവർക്ക് നൽകുന്നതാണ്. Philip did not inquire about the personal life of that stranger. ഫിലിപ്പോസും എത്യോപ്യക്കാരനും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് ഫിലിപ്പോസ് ഒന്നും ചോദിക്കുന്നില്ല. Nor judged his life, spirituality and behavior. അദ്ദേഹത്തിന്റെ ജീവിതത്തെ, ആധ്യാത്മികതയെ, പെരുമാറ്റങ്ങളെ ഒന്നും ന്യായം വിധിക്കുന്നതായി നാം കാണുന്നില്ല. He simply pointed the path to Jesus Christ. എന്നാൽ യേശുക്രിസ്തു എന്ന മാർഗത്തിലേക്ക് അദ്ദേഹത്തിന് വിരൽ ചൂണ്ടുന്നത് മാത്രമേ ഫിലിപ്പോസ് ചെയ്യുന്നുള്ളൂ. It was about him that the prophecies of the Holy Scripture were talking about. എത്യോപ്യ ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം വായിച്ചിട്ട് ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അയാൾക്ക് വെളിവാക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ. The known words of Isaiah about the suffering servant had become, through Philip's interpretation, a living word. കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ച് യെശയ്യാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വേദഭാഗം ഫിലിപ്പോസിന്റെ വ്യാഖ്യാനത്തിലൂടെ ജീവനുള്ള വചനമായി എത്യോപ്യക്കാരൻ ഷണ്ണന് അനുഭവപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം. As Christians, we surely have a lot to do in relation to other people. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. We must be correct with them. നാം അവരുമായി നേരായുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. Help them in their needs. അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനുള്ള ശുഷ്കാന്തി ഉണ്ടാവണം. Comfort them in moments of affliction. അവരുടെ കഷ്ടപ്പാടുകളുടെ സ്ഥാനത്ത് അവരെ ആശ്വസിപ്പിക്കുന്നതിനുള്ള ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടാവണം. And defend them when injustice reaches them. അവര് അനീതിയുടെ ഇരകളാകുമ്പോൾ അവരെ സഹായിക്കുന്നതിനും കൂടെ നിൽക്കുന്നതിനുമുള്ള ഒരു സന്നദ്ധതയും നമുക്കുണ്ടാവണം. We must encourage them in their goals and challenges. അവരുടെ ലക്ഷ്യത്തിൽ, അവരുടെ മുമ്പിലുള്ള വെല്ലുവിളികളിൽ അവരെ ധൈര്യപ്പെടുത്താൻ, പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയണം. Nevertheless, behind all that, എന്നാൽ ഇതിന്റെ എല്ലാം പിറകിൽ it is necessary to offer them, through our words and actions, a vigorous witness that all this is made because of the gospel of Jesus Christ. നാം ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി നാം അവരോട് പങ്കുവെക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുയേശുവാണ്, ക്രിസ്തുയേശുവിലുള്ള സ്നേഹമാണെന്നുള്ള വസ്തുതയാണ്. This is the ultimate goal of being a church. ഒരു സഭയായിരിക്കുന്നതിന്റെ പിമ്പിലുള്ള ആത്യന്തികമായ ലക്ഷ്യം ഇതല്ലാതെ മറ്റൊന്നല്ല. So that was the fifth step. ഇതാണ് ദൗത്യത്തിലെ അഞ്ചാമത്തെ പടി. To give witness of the saving work of God in Jesus Christ. ദൈവത്തിന്റെ രക്ഷാവചനത്തിന് ലോകത്തിൽ സാക്ഷ്യം നിർവഹിക്കുക. Now we come to step number 6. ആറാമത്തെ പടിയിലേക്ക് നമുക്ക് കടന്നു വരാം. Faith comes from listening to the word. വിശ്വാസം ഉളവാകുന്നത് ദൈവവചന കേൾവിയിലൂടെയാണ്. It is the Holy Spirit who called Philip and acts during the whole encounter. ഫിലിപ്പോസിനെ ക്ഷണിക്കുന്നതും തുടർന്നുള്ള സംഭാഷണത്തിൽ ഉടനീളവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. It is also the Holy Spirit that works in the mind and in the heart of that stranger
the Ethiopian official. എത്യോപ്യക്കാരനായ ആ ദേശാധിപതിയുടെ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ദൈവാത്മാവ് മാത്രമായിരുന്നു, ദൈവാത്മാവ് തന്നെയായിരുന്നു. In our reflection about mission, it has become more and more clear that we should not accommodate ourselves on history and tradition. നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുകയല്ല ദൗത്യ നിർവഹണത്തിൽ വേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ ധ്യാനത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. Of course they are important, but I said we should not accommodate ourselves. ചരിത്രവും പാരമ്പര്യവും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ദൈവവചനത്തിന് നൽകണം എന്നുള്ളതാണ്. On the illusion that faith prevails and is transmitted spontaneously. വിശ്വാസം നിലനിൽക്കുകയും സ്വാഭാവികമായി അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ള വിശ്വാസം അസ്ഥാനത്താണ്. It is through the witnessing of the word that faith is awakened by the Spirit and nurtured by communion. ദൈവവചന കേൾവിയിൽ ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നതിനനുസരിച്ചാണ് വിശ്വാസം ജനിക്കുന്നതും അത് പിന്നീട് സഭയുടെ കൂട്ടായ്മയിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്നത്. Nurtured by communion through worship and prayer. സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയിലൂടെയും ഈ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. In that sense, it also spreads itself beyond our borders. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്നുള്ളത് നമ്മുടെ അതിർവരമ്പുകൾക്കുള്ളിലല്ല, അതിനപ്പുറത്തേക്ക് പരന്ന് വ്യാപിക്കുന്ന ഒന്നാണ്. Offering growth and strength to the church. സഭയ്ക്ക് ഈ പ്രവർത്തനത്തിലൂടെ വളർച്ചയും ശക്തിയും കൈവരുകയും ചെയ്യുന്നു. That was step 6. We have 2 more to go. ആറാമത്തെ പടി അതാണ്. 2 പടികളും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. So step 7. 7ാമത്തെ പടിയിലേക്ക് വരാം. In God's mission, no dependency is grown among people. ദൈവിക ദൗത്യം നിർവഹിക്കുമ്പോൾ ദൈവിക ദൗത്യം ആശ്രിതത്വം വളർത്തുന്നില്ല എന്നുള്ളതാണ് 7ാമത്തെ പടി. It might sound weird, but it is the Spirit itself that tears those 2 people apart again. അല്പം വിചിത്രമായി നമുക്ക് തോന്നാം. ഫിലിപ്പോസിനെയും എത്യോപ്യ ഷണ്ണനെയും ഒരുമിപ്പിച്ച അതേ ആത്മാവ് തന്നെയാണ് അവരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലേക്ക് വേർപിരിക്കുന്നത്. Philip did not use the opportunity to get a good job in Ethiopia. ഇവര് തമ്മിലുണ്ടായ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ജോലി നേടിയെടുക്കാൻ ഫിലിപ്പോസ് എത്യോപ്യയിൽ ഒരു നല്ല ജോലി കിട്ടുവാൻ വേണ്ടി ഫിലിപ്പോസ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. Nor charged for the conversation. ഇതുവരെ അദ്ദേഹത്തോട് പ്രസംഗിച്ചതിനോ പരിചയപ്പെടുത്തി ദൈവവചനം പഠിപ്പിച്ചതിനോ ഒരു ഫീസ് ഈടാക്കുന്നില്ല എന്നും നമ്മൾ ഓർക്കണം. And of course the finance minister had much more resources than Philip. ഫിലിപ്പോസിനേക്കാൾ എത്രയോ സാമ്പത്തിക സ്രോതസ്സുള്ള ആളാണ് എത്യോപ്യക്കാരനായ ഭണ്ഡാര അധിപതി. But he would use those resources in Ethiopia. എന്നാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എത്യോപ്യയിലെ പ്രവർത്തനത്തിന് അദ്ദേഹം ഉപയോഗിക്കുക. He, Philip, was simply sent by the Holy Spirit to Azoto and kept on sharing the gospel in all cities until he arrived in Caesarea. നാം വേദപുസ്തകത്തിൽ നിന്ന് ഈ തിരുവചന ഭാഗത്ത് നിന്ന് വായിച്ചു മനസ്സിലാക്കുന്നത് ദൈവാത്മാവ് ഫിലിപ്പോസിനെ അവിടെ നിന്ന് മാറ്റുകയും അസ്തോദിൽ പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. തുടർന്ന് അദ്ദേഹം ആ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ച് ഒടുവിൽ കൈസരിയയിൽ എത്തുന്നതുമാണ്. Caesarea is located in the exact opposite direction where the Ethiopian was heading to. ഈ എത്യോപ്യക്കാരനായ ദേശാധിപതി പോകുന്ന ആ സ്ഥലത്തിന് നേർവിപരീതമായിട്ടുള്ള ദിശയാണ് കൈസരിയ എന്നുള്ളത് നാം മനസ്സിലാക്കണം. That was to where the Spirit then took and brought Philip. ഫിലിപ്പോസിനെ ദൈവാത്മാവ് നയിക്കുന്നത് ആ എതിർദിശയിലേക്കാണ്. They would never meet again. ഇവർക്ക് ഒരിക്കലും ഇനി കണ്ടുമുട്ടാൻ സാധ്യമല്ല. But the gospel would be spread. എന്നാൽ അവരെ ചിതറിച്ചതിലൂടെ ദൈവവചനം വ്യാപിക്കപ്പെടുകയാണ്. The Ethiopian followed his way back to his home and his country. എത്യോപ്യക്കാരനായ അധികാരി അയാളുടെ ദേശത്തിലേക്ക് അയാളുടെ സംസ്കാരത്തിലേക്ക് പോകുന്നു. Can we as churches put ourselves at the service of the other like that where we live, but also from our own context? Can we as churches put ourselves at the service of the others? ഇതുപോലെ ക്രിസ്തീയ സഭയായിരിക്കുന്ന നമുക്ക്, അംഗങ്ങളായ വിശ്വാസികളായിരിക്കുന്ന നമുക്കും
മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ലാഭേച്ഛ കൂടാതെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? Others in our own context or out of our context. നമ്മുടെ തന്നെ ചുറ്റുപാടുകളിൽ പാരമ്പര്യങ്ങളിലുള്ളവരോ അതിന് വെളിയിലുള്ള ആളുകളോ അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? Do we rejoice when people we hardly know come to faith and want to join our church? ദൈവത്തെക്കുറിച്ച് വചനത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് സഭയിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവമായി ഉള്ളുകൊണ്ട് സന്തോഷിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമോ? Or would we feel, what is this stranger doing here? ഈ അപരിചിതനായ മനുഷ്യൻ ഇയാൾ ഇവിടെ വന്ന് എന്താണ് കാണിക്കുന്നതെന്ന് നമ്മൾ അതിശയം കൂറുകയാണോ പകരം ചെയ്യുന്നത്? Let's take the last step, step 8. നമുക്ക് അവസാനത്തെ പടിയിലേക്ക് വരാം. 8ാമത്തെ പടി. In God's mission, a radical change takes place. ദൈവിക ദൗത്യത്തിൽ സമൂലമായ അടിസ്ഥാനപരമായ ഒരു രൂപാന്തരം സംഭവിക്കുന്നു എന്നുള്ളതാണ്. Someone might ask about eventual structural changes caused by the meeting between Philip and the Ethiopian. ഫിലിപ്പോസും എത്യോപ്യക്കാരനായ ഈ അധികാരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഘടനാപരമായി എന്ത് വ്യത്യാസമുണ്ടായി എന്ന് സംശയിക്കുന്നവരോ ചോദിക്കുന്നവരോ ഉണ്ടാവാം. The text does not tell us what happened in Ethiopia when the official arrived there. ഈ എത്യോപ്യക്കാരനായ മനുഷ്യന്റെ മാനസാന്തരത്തിലൂടെ എത്യോപ്യയിൽ ഏതു വിധത്തിലുള്ള രൂപാന്തരങ്ങളാണ് ഉണ്ടായതെന്ന് ഈ തിരുവചന ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. A very old tradition tells us that from his witness a church grew and became the Ethiopian Orthodox Church. എന്നാൽ പുരാതനമായ ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യന്റെ മാനസാന്തരം കൊണ്ട് എത്യോപ്യയിൽ അതിപുരാതനമായ ഒരു ഓർത്തഡോക്സ് സഭ ഉണ്ടാകുന്നതിന് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. It is a similar development to the one which gave origin to the Mar Thoma Church. മാർത്തോമ സഭയ്ക്ക് ആരംഭം കുറിച്ച ആളും സമാനമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. So these are the ways of God. ഇത് ദൈവത്തിന്റെ വഴികൾ. But the text reveals the fundamental change that occurred during that meeting. ഈ കൂടിക്കാഴ്ചയുടെ ഫലമായി ഉണ്ടായ അടിസ്ഥാനപരമായ രൂപാന്തരത്തെക്കുറിച്ച് ദൈവവചനം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. The Ethiopian continued his trip, but he did so, the text says, filled with joy in his heart. എത്യോപ്യൻ തന്റെ വഴിക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷവുമായി അയാൾ പോയി എന്നാണ്. Filled with joy in the heart. ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞവനായി. That is the fundamental change. അതാണ് വാസ്തവമായി അടിസ്ഥാനപരമായ രൂപാന്തരം എന്ന് പറയുന്നത്. That is how everything changes. ഈ വിധത്തിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവുന്നത്. Things are no longer the way they used to be. കാര്യങ്ങളൊന്നും മുൻപ് അതായിരുന്നത് പോലെ അല്ല ഇപ്പോൾ. When joy takes one's heart, we can expect the most extraordinary results in all levels of life. ഒരാളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുമ്പോൾ അസാധാരണമായ വിധത്തിൽ അയാൾ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും സമൂലമായ മാറ്റമുണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. For that Ethiopian, God's mission became his passion. ഈ എത്യോപ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവിക ദൗത്യം അയാളുടെ അഭിനിവേശമായി ആവേശമായി മാറുകയാണ്. And that can happen to us as well. ഇത് നമ്മുടെയും ജീവിതാനുഭവമായി മാറാം. It will happen. ഇത് തീർച്ചയായും നമ്മുടെ അനുഭവം ആയിത്തീരും. Heart and mind are changed. ഹൃദയവും മനസ്സും രൂപാന്തരപ്പെടും. As a consequence, also relationships and reality. അതിന്റെ ഫലമായി നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും രൂപാന്തരപ്പെടും. God's mission does not distinguish itself. ദൈവിക ദൗത്യം സ്വയമേവ ഇല്ലാതെയാവുന്നില്ല. But blooms and spreads. അത് പച്ചപിടിക്കുകയും പൂക്കുകയും പരക്കുകയും ചെയ്യുന്നു. Every Christian is called to be part of this God's project. ദൈവത്തിന്റെ നിരന്തരം വളരുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ ഓരോ വിശ്വാസിയെയും ദൈവം ക്ഷണിക്കുകയാണ്. God's mission, our passion. ദൈവിക ദൗത്യം നമ്മുടെ ആവേശമായി മാറണം. Are we ready to follow the call? ഈ വലിയ ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ? Amen. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. ആമേൻ.